വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10, 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. യേശു ചുറ്റും നോക്കി ശിഷ്യന്മാരോട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അവന്റെ വാക്കുകേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അവർ അത്യന്തം വിസ്മയഭരിതരായി ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും? യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു, മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല. അവിടത്തേക്ക് എല്ലാം സാധിക്കും. പത്രോസ് പറഞ്ഞു, ഇതാ, ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിലാർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കയില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. എന്നാൽ മുൻപന്മാരിൽ പലരും പിൻപന്മാരാകും, പിൻപന്മാരിൽ പലരും മുൻപന്മാരുമാകും. കൂടുതൽ നേടാവുന്ന ചെറിയ ഉപേക്ഷ. യേശുവിന്റെ ദർശനത്തിൽ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് എന്ന യേശുവിന്റെ അർത്ഥപൂർണമായ പ്രസ്താവനയോടുള്ള പത്രോസിന്റെ പ്രതികരണവും ആ പ്രതികരണത്തിനുള്ള യേശുവിന്റെ ഉത്തരവുമാണ് ഇന്നത്തെ സുവിശേഷം. പത്രോസ് യേശുവിനോട് ചോദിക്കുന്നു, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുധാവനം ചെയ്തിരിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് ലഭിക്കുക? തികച്ചും മാനുഷികവും ആ അർത്ഥത്തിൽ യുക്തിപൂർണവുമായിട്ടുള്ള ഒരു ചോദ്യം എന്ന നിലയിൽ വേണം അത് കരുതാൻ. ഇവിടെ ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരമ്പരാഗതമായിട്ട് പലരും ചിന്തിച്ചു പോരുന്ന ഒരു ഭക്ത ചിന്തയുണ്ട്. യാതൊന്നുമില്ലാത്ത വ്യക്തികളെയാണ് യേശു ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തതെന്ന്. തീർത്തും ദരിദ്ര നാരായണന്മാർ. അത് വികല്പം നിറഞ്ഞ ഒരു ചിന്തയാണ് എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. കാരണം പത്രോസ് തന്നെ യേശുവിനോട് ചോദിക്കുന്നു, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്റെ കൂടെ വന്നിരിക്കുന്നു. ഒന്നുമില്ലാത്തവന് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോ ഉപേക്ഷിക്കേണ്ടതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കാണണം. ഒരു വള്ളമുണ്ട്, വലയുണ്ട്, മറ്റു ചുറ്റുപാടുകളൊക്കെയുണ്ട്. അങ്ങനെ അല്പമൊക്കെ ജീവിത ചുറ്റുപാടുകളുള്ള ആളുകളാണ് ശിഷ്യന്മാര് എന്നുള്ളതിൽ അബദ്ധം വിചാരിച്ചിട്ട് കാര്യമില്ല. യേശു പത്രോസിന്റെ അവകാശവാദത്തെ നിഷേധിക്കുന്നതായിട്ട് കാണുന്നില്ല. എന്നല്ല, യേശുവിന്റെ ഉത്തരത്തിൽ പത്രോസിന്റെ അവകാശവാദത്തെ അംഗീകരിക്കുന്ന ധ്വനി നമുക്കതിൽ കാണാം. യേശു പറയുന്നു, പത്രോസേ, നിന്റെ ഉപേക്ഷ, നിങ്ങളുടെ ഉപേക്ഷ ആത്മാർത്ഥതയോടുകൂടിയും ഉദ്ദേശശുദ്ധിയോടുകൂടിയും പ്രതിബദ്ധതയോടും കൂടി ഉള്ളതാണ് എന്ന് വരികയിൽ തീർച്ചയായും നിങ്ങൾ സമ്മാനിക്കപ്പെടും, ഈ ലോകത്തിലും മറുലോകത്തിലും. പക്ഷേ യേശു നിഷ്ഠ വയ്ക്കുന്ന ഒരു യാഥാർത്ഥ്യം, എല്ലാതരം ഉപേക്ഷയ്ക്കും സമ്മാനം യേശു നൽകുന്നതായിട്ട് കാണുന്നില്ല. ഉന്നതമായിട്ടുള്ള ആദർശത്തിന് വേണ്ടി, ശ്രേഷ്ഠമായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന ഉപേക്ഷയ്ക്കാണ് യേശുവിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മാനം. യേശു അത് വ്യക്തമാക്കുന്നത് എന്നെ പ്രതി ഉപേക്ഷിക്കുക. യേശു ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. ആ രക്ഷയുടെ നന്മയുടെ പ്രതീകം എന്ന നിലയിൽ ഉപേക്ഷ നടത്തുന്ന വ്യക്തികൾക്ക് ആ പ്രതീകത്തിന് വേണ്ടി
എന്ന് വെച്ചാൽ നന്മയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കുന്ന വ്യക്തികള് സമ്മാനിക്കപ്പെടും. യേശു തുടർന്ന് പറയുന്നു, അങ്ങനെ സമ്മാനിക്കപ്പെടുന്നവരിൽ മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആകാം. എന്താണ് യേശു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പൂർണ്ണ രൂപത്തിൽ എനിക്ക് വ്യക്തമല്ല. എങ്കിലും ഈ അവസരത്തിൽ യേശുവിന്റെ മനസ്സിൽ ഉണ്ടാകാൻ ഇടവന്ന ഒരു ചിന്ത ഇതായിരിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഉപേക്ഷയിൽ പ്രോട്ടോകോളിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. ഈ ഉപേക്ഷിക്കുന്നവരിൽ മൂപ്പെളുപ്പം നോക്കേണ്ടതില്ല. ഈ ഉപേക്ഷിക്കുന്നവരിൽ വല്ലായ്മയും ഉള്ളായ്മയും നോക്കേണ്ടതില്ല. ഉപേക്ഷ ആത്മാർത്ഥതയോടുകൂടെയും ഉദ്ദേശശുദ്ധിയോടുകൂടെയും പ്രതിബദ്ധതയോടും കൂടെ പരിപൂർണ സമർപ്പണത്തോടുകൂടിയുള്ള ഉപേക്ഷയാണെങ്കിൽ തീർച്ചയായും അത് സമ്മാനിക്കപ്പെടുക തന്നെ ചെയ്യും. സർവസമ്പത്തിന്റെയും ഉടയവനായ ദൈവത്തിനോടുള്ള സ്വതന്ത്ര മനസ്സോടുകൂടിയുള്ള സമർപ്പണത്തിൽ കൂടിയാണ് നിത്യജീവൻ കരഗതമാക്കാൻ സാധിക്കുക എന്നുള്ള യേശുവിന്റെ സന്ദേശം ഇതിൽ അന്തസ്ഥിതമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ.